എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പോർക്ക് ഫ്രൈ ആണ്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് തേങ്ങക്കൊത്തും പച്ചമുളകും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഒന്ന് മൂത്ത് കഴിയുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചി കൂടി ചതച്ചത് അതിലേക്ക് ചേർത്ത് നല്ലോണം ഒന്ന് പച്ചമണം മാറ്റിയെടുക്കുക. ഇതിലേക്ക് നമുക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നല്ലോണം വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇവയെല്ലാം ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ കഴുകി വാരി വെച്ചേക്കുന്ന പോർക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1 കിലോ പോർക്ക് ഷോൾഡർ ആണ് നമ്മൾ കുക്കിങ്ങിനായിട്ട് എടുത്തേക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് അടച്ചു വെച്ച് വേവിക്കുക. 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് നല്ലത് വെള്ളമൊക്കെ അതിൽ നിന്ന് തന്നെ ഇറങ്ങി വന്നിട്ട് നമ്മൾ ഇതിൽ വേറെ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. അപ്പൊ കൂടി ഇളക്കി കൊടുത്തൊന്ന് വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് അടച്ചു വെച്ച് തന്നെ വേവിക്കാം. പിന്നീട് അങ്ങോട്ട് നമ്മൾ എല്ലാം ഫുള്ള് തുറന്നു വെച്ചാണ് ഇനി വേവിക്കുന്നത്. ഇനി അടച്ചു വെക്കുന്നില്ല. നെയ്യൊക്കെ നല്ലോണം ഉരുകി വന്നിട്ടുണ്ട്. ഇനി നെയ്യിലൊക്കെ കിടന്ന് കഷ്ണങ്ങളൊക്കെ കിടന്ന് അങ്ങോട്ട് മൊരിഞ്ഞ് വരണം. അതാണ് അതിന്റെ സീക്രട്ട് ടിപ്പ് എന്ന് പറഞ്ഞാൽ. അതിലാണ് അതിന്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. അങ്ങനെ പോർക്ക് നമുക്ക് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഒരു കഷ്ണം എടുത്ത് ഞെക്കി നോക്കുമ്പോൾ നമുക്കറിയാം അത് ഈസി ആയിട്ട് പൊട്ടി വരുന്നുണ്ടെങ്കിൽ അത് പാകമായിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ കുക്കറിലല്ല നമ്മൾ വെക്കുന്നത്, വെള്ളം ചേർക്കുന്നില്ല, മല്ലിപ്പൊടി ഇടുന്നില്ല, 15 മിനിറ്റ് മാത്രമാണ് നമ്മളിത് അടച്ചു വെച്ച് വേവിക്കുന്നത്. ബാക്കി എല്ലാ സമയവും തുറന്നു വെച്ചാണ് വേവിക്കുന്നത്. അതാണ് ഇതിന്റെ സീക്രട്ട് ടിപ്പ്. അവസാനം തീയൊക്കെ ഓഫ് ചെയ്ത് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് അടച്ചു വെച്ചേക്കുക. അങ്ങനെ ഒരു അടിപൊളി പോർക്ക് ഫ്രൈ റെഡിയാണ്. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക. അങ്ങനെ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും വണക്കം. താങ്ക് യു.